ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാളയം പുതിയ കോവിലകം പറമ്പിൽ ബിജുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖല പാളയത്ത് തന്നെ നിലനിർത്തുക എന്ന ആവശ്യവുമായി സംരക്ഷണ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചും ധർണയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓണം ഖാദി മേള 2026 ജൂലൈ 24 തുടക്കമാകും. സുരേഷ് വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് പാളയത്ത് പുതിയ കോവിലകം പറമ്പിൽ രാത്രി വീട്ടിൽ കയറി ബിജുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളങ്ങര പോത്തഞ്ചേരി തെക്കിനിയേടത്ത് മീത്തൽ താമസിക്കുന്ന പുതിയ കോവിലകം പറമ്പ് ദീപകിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 3-നാണ് പാളയം പുതിയ കോവിലകം പറമ്പിൽ ഒറ്റമുറിയുള്ള വീട്ടിൽ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ പശുവിനെ കറക്കാൻ വേണ്ടി മകനെ വിളിക്കാനെത്തിയ അമ്മയാണ് മുറിയിൽ കട്ടിലിന് മുകളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ബിജുവിനെ കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞതോടെ പോലീസ് ഇതും അന്വേഷിച്ചു. ഒടുവിലാണ് കൊലപ്പെടുത്തിയത് ബന്ധുവായ ദീപകാണെന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന പ്രതി ബിജുവിനോടുള്ള മുൻ വൈരാഗ്യത്തെ തുടർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി വ്യക്തമാക്കി. പ്രധാനമായും പ്രതിക്ക് വ്യക്തിവൈരാഗ്യമാണ്. ബിജുവിനോട് നേരത്തെ തന്നെ പ്രതി കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അത് കൂടാതെ പ്രതി പ്രത്യേക വയലൻസിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. വയലൻസ് ഉണ്ടായിട്ട് ചില കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും മറ്റുള്ളവരോടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇയാളെ മാനസിക ചികിത്സയ്ക്ക് കൊണ്ടുപോയാൻ ബിജുവിന്റെ സഹായം ഉണ്ടായിരുന്നു. അതിൽ ബിജു അക്കാര്യത്തിൽ മുൻകൈയെടുത്തു എന്നതൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. വീണ്ടും ബിജു ഇത്തരം പ്രവൃത്തി ഒരു വയലൻസ് ഇയാൾ കാണിക്കുന്നത് ബിജു വീണ്ടും അങ്ങനെ ഒരു സജഷൻ കൊടുത്തു എന്ന് ബിജുവിനോട് നല്ലൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. കൂടാതെ ബിജു കുടുംബത്തിലെ മറ്റ് ചില പ്രശ്നങ്ങൾ ഇടപെടുന്നു എന്നൊരു തോന്നലും ഈ പ്രതിക്കുണ്ടായിരുന്നു. പ്രതിയെ കുളങ്ങര പീടിക പോത്തഞ്ചേരി തെക്കിനിയേടത്ത് വീട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതി പുലർച്ചെ പിതാവിന്റെ വാഹനത്തിൽ പാളയത്തെ ബിജുവിന്റെ വീട്ടിലെത്തുകയും മയക്കത്തിലായിരുന്ന ബിജുവിനെ ആയുധം ഉപയോഗിച്ച് കഴുത്തിനും പിന്നീട് ശരീരത്തിൽ മുഴുവനും പരിക്കേൽപ്പിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിനു ശേഷം പ്രതി ബിജുവിന്റെ സംസ്കാര ചടങ്ങിലും പങ്കെടുത്തിരുന്നു. ലഹരിക്ക് അടിമയായിരുന്ന പ്രതിയെ ചികിത്സയ്ക്ക് ബിജു നിർബന്ധിച്ചിരുന്നതായും 3 വർഷം മുൻപ് ബിജുവും പ്രതിയും തമ്മിൽ അടിപിടി ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ PJ ജിമ്മി, SI നിമിൻ K ദിവാകരൻ, ASIമാരായ P സജേഷ് കുമാർ, M ഷാലു, SCPOമാരായ സുജിത്ത് കുന്നമംഗലം, P ദീപു, K ഷിജിത്ത്, വിപിൻ രാജ്, സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങളായ O മോഹൻദാസ്, അബ്ദുൾ റഹ്മാൻ, ഹാദിൽ കുന്നുമ്മൽ, അനീഷ് മൂസൻ വീട്, ഷാഫി പറമ്പത്ത്, ഷഹീർ രാകേഷ് പെരുമണ്ണ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖല പാളയത്ത് തന്നെ നിലനിർത്തുക എന്ന ആവശ്യമുന്നയിച്ച് ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ് പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖല സംരക്ഷണ കമ്മിറ്റി. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടകൾ അടച്ചിട്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഞങ്ങൾ വിട്ടുതരില്ല.
പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് ലൈസൻസ് പുതുക്കി നൽകുക, വാടക സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് അനുബന്ധ മേഖലാ സംരക്ഷണ കമ്മിറ്റി ഉന്നയിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോർപ്പറേഷൻ UDF കൗൺസിൽ പാർട്ടി ലീഡർ SV സെയ്ദ് മുഹമ്മദ് ഷമീൽ ഉദ്ഘാടനം ചെയ്തു. ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയാണ് ഈ സമരം സംഘടിപ്പിച്ച് ചില ആളുകൾക്ക് പറയുന്നത് അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങള് മനുഷ്യത്വമുള്ള മനസ്സുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. അവിടെ ഒരു 10 ലോറി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് പാളയത്തെ റോഡിന്റെ വീതി നമുക്കറിയാം. അവിടെ തന്നെ രാവിലെ ഗതാഗത കുരുക്കാണ്. അതിനേക്കാൾ വീതി കുറഞ്ഞ റോഡുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പുതിയൊരു മാർക്കറ്റ് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കൊള്ളണം എന്ന രാജാവിന്റെ ആജ്ഞ നമ്മൾ അനുസരിക്കാൻ തൊഴിലാളികളും കച്ചവടക്കാരും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന സമരമാണ് ഇവിടെ നടക്കുന്നത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ AT അബ്ദു, കൗൺസിലർ KP അനിൽകുമാർ, INTUC ജില്ലാ പ്രസിഡന്റ് K രാജീവ്, AITUC ജില്ലാ പ്രസിഡന്റ് EC സതീശൻ, STU ദേശീയ വൈസ് പ്രസിഡന്റ് PM ഹനീഫ, കോർപ്പറേഷൻ കൗൺസിലർ SK അബൂബക്കർ, MP സലീം, രാജേഷ് N, മുഹമ്മദ് നദീർ, നാസർ M, മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ IIM-ന്റെ സഹകരണത്തോടെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ തലത്തിൽ CAക്ക് റാങ്ക് ലഭിച്ച 118 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 10 ദിവസത്തെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് കുന്നമംഗലത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ആരംഭിച്ചത്. IIM PGP ഹാളിൽ നടന്ന ചടങ്ങ് ICAI ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓപ്പറേഷൻ ചെയർമാൻ രാജേഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. Life is one inning. Live that life powerfully. Live the life you love. Keep smiling. See a student mode में. हट जाओ. Smile is a curve which makes everything straight. जिस तरीके से गाड़ी की स्पीड काउंट होती है ना माइल्स पर आवर, इंसान की जिंदगी काउंट होती है स्माइल्स पर आवर. जो मुस्कुरा रहे हो जिंदगी है, बाकी सब बेकार है. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡീൻ പ്രൊഫസർ K സുദർശൻ അധ്യക്ഷനായി. ICAI കോഴിക്കോട് ബ്രാഞ്ച് ചെയർപേഴ്സൺ M അത്ഭുത ജ്യോതി, സെക്രട്ടറി രവി ചന്ദ്രശേഖർ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പ്രൊഫസർ പ്രിയ നായർ, ബാബു അബ്രഹാം കള്ളിവയലിൽ എന്നിവർ സംബന്ധിച്ചു. ഈ മാസം 26-ന് പ്രോഗ്രാം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓണം ഖാദി മേള 2026 ജില്ലാതല ഉദ്ഘാടനം ജൂലൈ 24-ന് മിഠായിത്തെരുവ് ഗ്രാമോദ്योग എംപോറിയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും.
രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ മേള സന്ദർശിക്കാം. ഓഗസ്റ്റ് 25-ന് മേള സമാപിക്കും. ഇത്തവണത്തെ ഓണം ഖാദി മേളയോടനുബന്ധിച്ച് ഖാദി ഗ്രാമവ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി ആകർഷകമായ സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ടെന്ന് കോഴിക്കോട് സർവോദയ സംഘം പ്രതിനിധികൾ അറിയിച്ചു. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ വീതം ലഭിക്കും. ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാറും, രണ്ടാം സമ്മാനമായി സുസുക്കി ആക്സസ് 125 സ്കൂട്ടറും, മൂന്നാം സമ്മാനമായി 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകളും, ജില്ലാടിസ്ഥാനത്തിൽ നടത്തുന്ന നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സമ്മാനമായി ലഭിക്കും. ഇത്തവണത്തെ ഓണം മേളയോടനുബന്ധിച്ച് കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ മിഠായി തെരുവിലുള്ള ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുമെന്നും പ്രതിനിധികൾ അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് ദൈനംദിന അവശ്യ സാധനങ്ങൾ, ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ, ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ, ഖാദി ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിക്കുന്നതെന്നും കോഴിക്കോട് സർവോദയ സംഘം പ്രതിനിധികൾ അറിയിച്ചു. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാവിധ ഖാദി ഉൽപ്പന്നങ്ങളും ഓണമേളയോട് അനുബന്ധിച്ച് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വെച്ചാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം വരുന്നത്. ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ 24-ന് വൈകിട്ട് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടക്കും. മേയർ ഒ സദാശിവൻ അധ്യക്ഷത വഹിക്കും. സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഫൈസൽ ബാബു MLAയും ഓണം മേളയോടനുബന്ധിച്ചുള്ള സമ്മാന കൂപ്പൺ ഉദ്ഘാടനം കൗൺസിലർ ശ്രീജ സി നായരും നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CSCO 2026-2028 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ചടങ്ങ് ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് PN റഷീദ് അലി, ജനറൽ സെക്രട്ടറിയായി PN വലീദ് എന്നിവരുൾപ്പെട്ട 7-അംഗ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ചെറുവട്ടി റോഡ് MSS ഹാളിൽ നടന്ന ചടങ്ങിൽ VK ഫൈസൽ ബാബു MLA പുതിയ ഭാരവാഹികൾക്ക് സ്ഥാനചിഹ്നം നൽകി ഉദ്ഘാടനം ചെയ്തു. CSCO എന്ന് പറയുമ്പോൾ ഈ കോഴിക്കോട് മണ്ണിൽ, ഈ തെക്കേ പുറത്ത്, ഈ കുറ്റിച്ചിറയിൽ, ഈ മണ്ണിൽ നിങ്ങൾ ഇവിടെ വളർന്ന്, ഇവിടെ പടർന്ന്, ഇവിടെ ഒരു വസന്തം പോലെ ഒരുപാട് സുഹൃതങ്ങളൊക്കെ പടർത്തുന്ന ഒരു പ്രസ്ഥാനം. പക്ഷെ അതെല്ലാം ഒരു പ്രൊഫഷണൽ സംവിധാനത്തോടു കൂടി പോകുന്നു എന്നത് ഇറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. CSCO മുൻ പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. മുൻ ജനറൽ സെക്രട്ടറി ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ ഷഹദ് ബിൻ അലി, PV മുഹമ്മദ് യൂനസ്, സെക്രട്ടറിമാരായ സനാഫ് പാലക്കണ്ടി, KV അബ്ദുൽ ഗഫൂർ, ട്രഷറർ SM മുഹമ്മദ് സാലിഹ്, ഡോക്ടർ അലി ഫൈസൽ, CP കുഞ്ഞഹമ്മദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹ സംഗമം നടത്തി. രാമനാട്ടുകര നഗരസഭാ കൗൺസിലർ ഹാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വേറിട്ട വേദിയൊരുക്കി ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് രാമനാട്ടുകര ന്യൂയോർക്ക് ഇവന്റ് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹസംഗമം കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഈ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിരിക്കുന്ന കുട്ടികളെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരോടൊത്ത് സമയം ചെലവഴിക്കുക, അവർക്ക് വേണ്ട കിറ്റുകൾ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവർ പാട്ടും അതേപോലെയുള്ള കലാപരിപാടികൾ അവരൊന്നിച്ച് നടത്തുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അവർക്ക് ഒരു സംതൃപ്തി. ഒരു രക്ഷിതാക്കൾക്ക് അവർക്കെല്ലാം തന്നെ ഒരു സംതൃപ്തി കൊടുക്കുക, മാനസികമായിട്ടൊരു ഉല്ലാസം കൊടുക്കുക. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മെലഡി കഫേ വാട്സപ്പ് ഗ്രൂപ്പിലെ കലാകാരന്മാർ ഒരുക്കിയ സംഗീത വിരുന്ന് ചടങ്ങിന് മാറ്റുകൂട്ടി. വേദിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നടങ്കം പാട്ടുകൾ പാടിയും നൃത്തം ചവിട്ടിയും തങ്ങളുടെ സന്തോഷം പങ്കിട്ടത് കണ്ടുനിന്നവർക്കും വേറിട്ടൊരു അനുഭവമായി മാറി.
രാമനാട്ടുകര നഗരസഭ 28ാം വാർഡ് കൗൺസിലർ ഹാരിസ് ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടുന്ന പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള സ്നേഹസംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് രാമനാട്ടുകര വാർഡ് കൗൺസിലർ ഹാരിസ് സാറാണ്. കലാ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ ഉന്നത വ്യക്തിത്വങ്ങൾ ഇവിടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ സുബൈർ നെല്ലൂളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിറാജ് പന്തീരങ്കാവ്, BK മുഹമ്മദ്, സിദ്ദീഖ് വൈദ്യരങ്ങാടി, പെരുവയൽ പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ശബന ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. മനോജ് കുമാർ തൃശൂർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നന്മണ്ട സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിൽ ലൈഫ് ലൈൻ പരിശീലനത്തിന്റെ ഭാഗമായി ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ സ്ഥാപിച്ചു. സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ദേവറാമാണ് അച്ഛന്റെ സഹായത്തോടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കിറ്റുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. കഴിഞ്ഞ മാസം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ലൈഫ് ലൈനർ വാർഷികത്തിന്റെ വാർത്തയാണ് ദേവാറാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്കൂളുകളിൽ ലൈഫ് ലൈനർ പരിശീലനം നടപ്പിലാക്കുമെന്ന വാർത്തയിൽ പറഞ്ഞിരുന്നു. തുടർന്ന് ദേവാറാം അച്ഛനോട് സംസാരിച്ചു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയായിരുന്നു. അതേ തുടർന്നാണ് സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സ്ഥാപിക്കാനുള്ള സാധ്യതയ്ക്ക് വഴി തുറന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ 3 ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വിതരണം ചെയ്തു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ K. ജിഷിയിൽ നിന്നും ഭാരതീയ വിദ്യാഭവൻ അധ്യക്ഷൻ P. ഗോപാലൻകുട്ടി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ബാലൻ കലിയങ്ങലം അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ A. ശിവരാമൻ, മാതൃസമിതി പ്രസിഡന്റ് K. ബിൻസ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കോഴിക്കോട് തെക്കേപ്പുറം പ്രവാസി ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം നടത്തി. മലബാർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് K. ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ലോകം ഫുട്ബോൾ ആവേശത്തിലായിരിക്കുന്ന ഈ വേളയിൽ ഫുട്ബോൾ പ്രേമികളുടെ സ്വന്തം കോഴിക്കോടും മറ്റൊരു ഫുട്ബോൾ മാമാങ്കത്തിന് വേദിയാക്കുകയാണ്. അതിന്റെ മുന്നോടിയായാണ് എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും നടന്നത്. മലബാർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് K. ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ലോക ഫുട്ബോളിന്റെ ഭൂപടത്തിൽ കളിക്കുന്നില്ല എങ്കിലും ഫാൻ ബേസിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കഷൻ ചെയ്യപ്പെടുന്നു. ബ്രസീലിന്റെ മാച്ച് നമ്മൾ ഗാലറിയിൽ കണ്ടതിന്റെ കാഴ്ച ഇന്ന് ലോകം മുഴുവൻ
അപ്പൊ നമുക്കിങ്ങനെ ചെറിയ ദൂരെ സഞ്ചരിക്കാൻ ബ്രസീലിൽ നിന്ന് അപ്പൊ ആ ദൂരം സഞ്ചരിക്കാൻ ഈ നഗരത്തിൽ ശേഷിയുള്ള ആളുകളുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി അടിവരച്ച് പറഞ്ഞത്. ഇന്ന് തിങ്ക് ബിഗ്, പ്ലാൻ ബിഗ്, നമുക്ക് എത്താൻ കഴിയും. അതില് ഒരു തെക്കേപ്പുറത്തുകാരനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ്. ടെഫ ചെയർമാൻ PM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 12 ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് 120 പ്രമുഖ താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുത്തത്. ജൂനിയർ വിഭാഗത്തിലെ മികച്ച ഗോൾ കീപ്പറായ താസിം യസീദ് ബറാമിയെ നവാഗതരായ കാസ്ക് ചെമ്മങ്ങാട് ടീമും, സീനിയർ വിഭാഗത്തിൽ നിഷാം കടാക്കിയെ കീപ് സേ കുറ്റിച്ചിറ ടീമും റെക്കോർഡ് ലേലത്തുകയ്ക്ക് സ്വന്തമാക്കി. എലിസ്റ്റോ ചെയർമാൻ വസീം അസ്ലം ടൂർണമെന്റ് ട്രോഫി പ്രകാശനം ചെയ്തു. മെറാൾഡ് ജ്വൽ CMD അബ്ദുൽ ജലീൽ ഇടത്തിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്ക് മെമന്റോകൾ വിതരണം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സാജേഷ് കുമാർ ലേലത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. CMC പ്രസിഡന്റ് ഫൗസൽ ഹസൻ, N ലബീബ്, PV യൂനസ്, ഹാഷിം കടീകാലകം, സാലി ബാറാമി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഷബീർ അഹമ്മദ്, PM താജുദ്ദീൻ, KM അക്താബ്, KV ജാബിർ എന്നിവർ ചേർന്നാണ് താരലേലം നിയന്ത്രിച്ചത്. ജൂലൈ 23 മുതൽ 27 വരെ ചെറുവണ്ണൂരിലെ അഡ്രസ് ടർഫ് ഗ്രൗണ്ടിലാണ് എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫാറൂഖ് ഹൈസ്കൂൾ 1994 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തിരുമുറ്റം 94 സഹപാഠി സംഗമം നടത്തി. പരിപാടിയിൽ ജനപ്രതിനിധികളെ ഉപഹാരം നൽകി ആദരിച്ചു. തിരൂരങ്ങാടി MLA PMA സമീർ, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M സമീറ, രാമനാട്ടുകര മുനിസിപ്പൽ കൗൺസിലർ V അബ്ദുൽ ലത്തീഫ്, ഫറൂഖ് മുനിസിപ്പൽ കൗൺസിലർ CK സജന തുടങ്ങിയവർക്ക് സ്നേഹോപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ചെയർമാൻ ബഷീർ കോടമ്പുഴ അധ്യക്ഷത വഹിച്ച സംഗമം മുൻ പ്രധാനാധ്യാപിക സുഹറ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ NC അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PMA സമീർ MLA, M സമീറ, V അബ്ദുൽ ലത്തീഫ്, CK സജന, സൗദ, രശ്മിക്, സജിനി, നദീറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹ സൗഹൃദം പുതുക്കലും കലാപരിപാടികളും നടന്നു. സംഘാടക സമിതി കൺവീനർ ഫസൽ മഠത്തിൽ, ട്രഷറർ നവീദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാളയം പുതിയ കോവിലകം പറമ്പിൽ ബിജുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പച്ചക്കറി, ഫ്രൂട്ട്സ് അനുബന്ധ മേഖല പാളയത്ത് തന്നെ നിലനിർത്തുക എന്ന ആവശ്യവുമായി സംരക്ഷണ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചും ധർണയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓണം ഖാദി മേള 2026 ജൂലൈ 24 തുടക്കമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.